ഇന്നലെ മലയാള സിനിമയിൽ നിന്ന് ഒരു ചെറിയൊരു സിനിമ, ഒരു കുഞ്ഞു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ വലിയ പ്രൊമോഷനുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. വലിയ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. നായക കഥാപാത്രം അവതരിപ്പിക്കാൻ വലിയ സ്റ്റാർ മെറ്റീരിയലുള്ള കഥാപാത്രം, സ്റ്റാർസ് ഒന്നും, നടന്മാരോ നടികളോ ഇല്ല. ധീരൻ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ ഞാൻ കാണണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ വളരെ ആകസ്മികമായി ചില മൗത്ത് പബ്ലിസിറ്റി മൂലം ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര നല്ല പടമാണ്, നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം പോയിട്ട് കാണണം, ചിരിക്കും, നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും എന്ന് 2-3 ആൾക്കാർ പറഞ്ഞത് പ്രമാണിച്ച് ഞാൻ ഒന്ന് കാണാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഓവർ പ്രതീക്ഷകളൊന്നുമില്ല. ഓക്കെ, ഒരു ആവറേജ് പടം പോയിട്ട് കാണാം, എന്നിരുന്നാലും പോയിട്ട് നോക്കാം എന്ന രീതിയിലാണ് ധീരൻ പോയി കണ്ടത്. നമ്മൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന പൈസ 150 രൂപയാണെങ്കിൽ 150 രൂപ പോയി കണ്ടെത്ത് 2.5 മണിക്കൂർ നമ്മൾ ടൈം തിയേറ്ററിൽ ചിലവാക്കിയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഫീൽ ഉണ്ടാവും. ലൈക്ക് ഒരു മനസ്സ് നിറഞ്ഞൊരു സംഭവം, അല്ലെങ്കിൽ നൈസ് പടടേ, എന്താ 2.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല, നൈസ് പടമാണ്, ഒരു വൈബ് പടം, ലൈക്ക് എന്തൊരു ഭയങ്കര സന്തോഷമാണ്, സാറ്റിസ്ഫാക്ഷൻ ആണ്. അങ്ങനെ ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഫീലാണ് ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞ റിവ്യൂ പറയുന്ന സമയത്ത്. വെരി ഹാപ്പി, 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്താ പറയാ, ഞാൻ ഉദ്ദേശിച്ചതിലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ എനിക്ക് ആ സിനിമ തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ സിനിമയാണ്, കുഞ്ഞു സിനിമ, കുഞ്ഞു കഥ, ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ പറഞ്ഞു തുടങ്ങുന്ന ഒരു കഥ. കേരളത്തിൽ തമിഴ്നാട്ടിലുമായി നടക്കുന്ന ചില സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ലൂപ്പിൽ അകപ്പെട്ടു പോകുന്ന ഒരു നായകന്റെ ചെറിയൊരു കഥ. പക്ഷെ അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഭയങ്കരമായ കഥ, ഭയങ്കരമായ ട്വിസ്റ്റ് ആൻഡ് സസ്പെൻസ് ആ ഒരു രീതിയിലൊന്നുമല്ല, വളരെ ചെറിയൊരു സംഭവം. പക്ഷെ ആ സംഭവത്തെ അവരെങ്ങനെ പ്രസന്റ് ചെയ്ത് നമുക്ക് തിയേറ്ററിൽ തന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. 2.5 മണിക്കൂറുള്ള സിനിമ ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് പേഴ്സണലായിട്ട് ബോർ അടിച്ചിട്ടില്ല. ശരിക്കും എന്നെ 2.5 മണിക്കൂർ എൻഗേജിങ് ആയിട്ട് ഇരുത്തി. അതിലപ്പുറം നമുക്ക് നർമ്മത്തിന്റെ കുറേ പരിപാടികൾ, അതായത് സിറ്റുവേഷൻ കോമഡി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, അതായത് ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് ക്ലൈമാക്സ് വരെ നമുക്ക് ആ സിറ്റുവേഷൻ കോമഡിയിലൂടെ നമുക്ക് ഓരോരുത്തരും ആ സ്ക്രീനിൽ വന്നു പോയ ഓരോരുത്തരും നർമ്മങ്ങൾ കൊണ്ട് പൊതിഞ്ഞിങ്ങനെ ഓരോ സിറ്റുവേഷൻ കോമഡി ഉണ്ടാവുമല്ലോ, അത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വെറുതെ പറഞ്ഞു പോകുന്ന കോമഡികളല്ലാതെ ആ കഥയിലുണ്ട്, ആ കഥയിൽ വേണം. അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻ കോമഡികൾ വളരെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇരുന്ന് ചിരിക്കുന്നുണ്ടായി. കുറെ ഫാമിലീസും, ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ ഉണ്ടായി. ഒരു ഹാഫ് ഫുള്ളായിരുന്നു, ഹൗസ് ഫുള്ളല്ല എന്നാലും നിറഞ്ഞ സദസ്സ് തന്നെ ആയിരുന്നു. എല്ലാവരും ക്ലൈമാക്സ് എല്ലാം കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരി തന്നെയായിരുന്നു. ഓരോ ഡയലോഗിനും ഓരോ സിറ്റുവേഷൻ കോമഡിക്കും ആൾക്കാർ ചിരിയായിരുന്നു. അതായത് ഒരു സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ള ഒരു സിനിമ, നമുക്ക് വളരെ എൻജോയബിൾ ആയിട്ട് നമുക്ക് ചിരിച്ചുകൊണ്ട് കണ്ട് ഇറങ്ങി, അല്ലെങ്കിൽ ഇന്റർവെല്ലാണെങ്കിൽ ഇന്റർവെല് കഴിഞ്ഞ ക്ലൈമാക്സ് ആണെങ്കിലും തുടക്കമാണെങ്കിലും സിനിമ കണ്ട് ഇറങ്ങുന്ന സമയത്ത് മനസ്സ് സന്തോഷിച്ച് ചിരിച്ച മുഖത്തോടെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ധീരൻ. എടുത്തു പറയേണ്ട കുറെ പേരുകളുണ്ട്. തുടക്കം ഡയറക്ടർ, റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ ദേവദത്ത് ഷാജി. നമ്മുടെ ഭീഷ്മ പർവം സ്ക്രിപ്റ്റ് റൈറ്ററായ ദേവദത്ത് ഷാജിയുടെ ആദ്യത്തെ ഡയറക്ഷണൽ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഡയറക്ട് ചെയ്തത് തോന്നുന്നു. അദ്ദേഹത്തെയാണ് എഴുതി ഡയറക്ട് സംവിധാനം ചെയ്തത് അദ്ദേഹമാണ്. ആ എഴുത്തിലും ആ ഡയറക്ഷനും പക്ക. നമുക്ക് എന്താ പറയാ, അതിലൊരു കുറ്റം പറയാനില്ലടേ. നമുക്ക് നൈസായിട്ട്, നമുക്ക് എൻഗേജിങ് ആയിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈവൻ അതിന്റെ തിരക്കഥയാണെങ്കിലും കഥയാണെങ്കിലും നൈസായിട്ട് അത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ മൂപ്പര് അത് പ്രസന്റ് ചെയ്ത രീതി സ്റ്റണ്ണിങ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി നൈസ് വൈബിൽ പിടിച്ചിട്ടുണ്ട് പടം. ഇതിന്റെ എഡിറ്റർ ജോർജ് വർഗീസ് എന്ന് പറഞ്ഞാണ് മൂപ്പരാണ് ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. എഡിറ്റിംഗും പൊളിയാണ്. എഡിറ്റിംഗും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കട്ട്സും കാര്യങ്ങളും ക്ലൈമാക്സോട് അടുക്കുമ്പോഴുള്ള കാര്യങ്ങളും നൈസാണ്. നമുക്കതിൽ വേറെ ഒന്നും പറയാനല്ല, എഡിറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യനാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുള്ളത്. ശരിക്ക് ഇതിൽ കുറെ ക്ലൈമാക്സ്, ഇതിന്റെ ഇന്റർവെല് കഴിഞ്ഞ കുറച്ച് പീക്ക് ലെവലിൽ കുറച്ച് കോമഡിയും ആക്ഷനും ഓട്ടവും ചാട്ടും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലെല്ലാം കൊടുക്കുന്ന ഓരോരോ BGM ഉണ്ട്. വില്ലൻ വരുന്നുമുള്ള BGM, വിനീത്, ഞാൻ പറയാം ക്യാരക്ടേഴ്സിലേക്ക് ഞാൻ വരാം. അങ്ങനത്തെ കുറെ സിറ്റുവേഷനിൽ കൊടുക്കുന്ന കുറെ BGM-ഉം ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് നൈസായിട്ട്, ഈവൻ 2-3 പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അടിപൊളി, കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്ങും ഒരു ലവ് സോങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നൈസായിരുന്നു. എന്താണ് വൈബ്, ആ വൈബ് നമുക്ക് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ള അഡാർസാണ്. ആൻഡ് ഇതിലെ ഈ സിനിമയുടെ നട്ടല് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സിനിമയുടെ നെടും തൂണ് എന്ന് പറയാം, തൂണുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമ്മുടെ കുറെ സീനിയേഴ്സ് താരങ്ങൾ, അവരുടെ വീണ്ടും ആ ചാമിങ് പെർഫോമൻസ് കാണുന്ന സമയത്ത് എന്താ പറയാ മോനെ, ഒരിക്കലും ഈ കനൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പറയില്ല, അതൊരിക്കലും കെടൂല. നമ്മുടെ കുറെ നടന്മാരുടെ കഴിവ് അങ്ങനെയാണ്. അവർ വീണ്ടും സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് മോനെ
ആഘോഷമാണ്. എജ്ജാതി പെർഫോമൻസ്, എല്ലാവരും എജ്ജാതി പെർഫോമൻസ്. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരും പേരോടും എടുത്തു പറയണം. ഒന്നാമത്താണ് ഇതിന്റെ നായക കഥാപാത്രം രാജേഷ് മാധവൻ. നമ്മൾ ഒരുപാട് ഈയിടക്ക് മറ്റേ എന്താണ് മരണമാസിലൊക്കെ ഉണ്ടായ രാജേഷ് മാധവൻ, മനോജ് കെ ജയൻ, നമ്മുടെ 90s അഭിനയിച്ച നമ്മുടെ മനോജ് കെ ജയൻ, അതേപോലെ ജഗദീഷ്, അശോകൻ, സുധീഷ്, ശബരീഷ്, വിനീത്, സിദ്ധാർത്ഥ് ഭരതൻ, അതേപോലെ അഭിരാം രാധാകൃഷ്ണൻ ആണെങ്കിലും അശ്വതി മനോഹരനാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. സോ അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ അവർ നൈസായിട്ട് ഒന്നും പറയാനില്ലാതെ നൈസായിട്ട് ആ ഒരു വൈബിൽ തന്നെ എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇവൻ സിദ്ധാർത്ഥ് ഭരത്, അതേപോലെ മനോജ് കെ ജയൻ, സുധീഷ്, വിനീത്, ഇവരെയൊക്കെ ശരിക്കും മലയാള സിനിമ വീണ്ടും ഉപയോഗിച്ചിട്ടില്ല വേണ്ട രീതിയിൽ തന്നെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ബിക്കോസ് ഇവർക്കൊക്കെ കൂടുതൽ കഥാപാത്രങ്ങൾ എല്ലാ സിനിമകളിലും മികച്ച അഭിനയം പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് അവരെ ഒന്നും ആവനാഴിയിലെ ആയുധങ്ങൾ തീർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അവരൊന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. കൂടുതൽ അംഗീകാരങ്ങളും അവസരങ്ങളും വീണ്ടും ഇനിയും അവർ അർഹിക്കുന്നുണ്ട്. അത് മലയാള സിനിമ കൊടുക്കണം തന്നെയാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ജഗദീഷ് ഏട്ടനെയും അല്ലെങ്കിൽ അശോകനും ഇപ്പൊ കുറെ പടങ്ങൾ ചെയ്തു. ഇപ്പൊ ജഗദീഷ് ഏട്ടനിൽ മാറി ട്രാക്ക് മാറിയത് നമുക്കറിയാം. അതേപോലെ ഇവരും മുമ്പോട്ട് വരണം. അവർ ഒഴിച്ചു നിർത്തപ്പെടേണ്ടവരല്ല, അവർ കൂടുതൽ പടങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇതിലും നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറഞ്ഞാൽ പടം ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അത് എന്തുകൊണ്ട് എങ്ങനെ നിനക്ക് ഞാനത് പറയാൻ ആളല്ല. ബിക്കോസ് എല്ലാവരും ഒരേപോലെ ആയിരിക്കണമില്ല. ബിക്കോസ് ഇതില് എനക്കും തോന്നിയ ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു കേന്ദ്ര കഥാപാത്രം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട് വിട്ടു പോകേണ്ട ഒരു അവസരങ്ങളുണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ട്. സോ അതിന് കാരണമായിട്ട് വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ആ സംഭവം ചെറിയൊരു ഡാർക്ക് കോമഡീസ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. അപ്പൊ അത് കേട്ടപ്പോ അത് കാണുന്ന സമയത്ത് ചില ആൾക്കാർക്ക് നെറ്റ് ചുളിയും, ഇതെന്താണ് സംഭവം, ഇതാണ് കാര്യം, അങ്ങനെയൊക്കെ ഒരു ദഹിക്കാൻ, അതിൽ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചൊരു പണിപ്പെടുന്ന മേ ബി ചില ആൾക്കാർക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. പക്ഷെ എന്നിലെ ഒരു പ്രേക്ഷകനെ 100 ഔട്ട് ഓഫ് 100 എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് പടം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഐ ആം ഹാപ്പി ആയിരുന്നു. ചിരിച്ചുകൊണ്ട് 2.5 മണിക്കൂർ അവർ സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചിരിച്ച് ഫൺ മോഡിൽ ഒരു എന്റർടൈൻമെന്റ്, ഒരു യാത്ര നടത്തി വന്ന പോലെ ഒരു സംഭവമായിരുന്നു. ഏതായാലും കിടിലം ഫീൽ ആയിരുന്നു. ഒരു കുറ്റം പറയാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല നൈസ് ആയിട്ട് പടം കുടുംബസമയം നമുക്ക് പോയിട്ട് കാണാം. അതാണ് നേരത്തെ പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ കാര്യം, ഇത് ബോറടിപ്പിക്കുന്നില്ലടി. അത് 2.5 മണിക്കൂർ നമ്മളൊരു പടം കാണുന്ന സമയത്ത് ഒരു ഘട്ടത്തിലോ ഒരു സീനിലോ പോലും നമ്മളെ ബോറടിപ്പിക്കുന്നുണ്ട്. നമ്മൾ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു ആ സിനിമയെ തന്നെ ഇങ്ങനെ കണ്ട് ഒരു ആഘോഷിച്ച്, അല്ലെങ്കിൽ ഓരോ സീൻ വരുമ്പോൾ കൈയടിച്ച് അല്ലെങ്കിൽ ചിരിച്ച്, അതാണ് ആ സിറ്റുവേഷൻ കോമഡിയിലൊന്ന് ആസ്വദിച്ച് നൈസായിട്ട്, ഈവൻ ബിഫോർ ഇന്റർവെൽ ആണെങ്കിലും ആഫ്റ്റർ ഇന്റർവെൽ ആണെങ്കിലും നൈസായിട്ട്, ഈവൻ ക്ലൈമാക്സ് ആണെങ്കിലും അത് എൻഡ് ചെയ്യുന്നു. ഇവ 2ാം വരവും കൂടി ഒരു 2ാം പാട്ടും കൂടി ഉണ്ടാവും എന്ന രീതിയിലാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ നൈസായ മാൻ, അതൊരു നൈസ് ഫീൽ ആണ്. നിങ്ങൾ പോയിട്ട് നെഗറ്റീവ് റിവ്യൂസ് ഒന്നും കാര്യം നോക്കട്ടെ. ഞാൻ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടാവും. ചെറിയൊരു പടമാണ്. ഇത്തരത്തിലുള്ള ചെറിയ പടങ്ങൾ പോസിറ്റീവ് റെസ്പോൺസ് ഇല്ല, അല്ലെങ്കിൽ അത്ര തിയേറ്ററിൽ റെസ്പോൺസ് വരുന്ന പടങ്ങളെ തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു അവകാശം കൂടിയാണ്, നമ്മുടെ കടമ കൂടിയാണ്. സോ എല്ലാവരും പോയിട്ട് പടം കാണുക, ധീരൻ കാണുക. ധീരൻ എന്തായാലും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സോ അത്രയേ ഉള്ളൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.